തല ഓട്ടി ശുദ്ധീകരിക്കും. പക്ഷേ മുടിക്ക് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, താരൻ വിട്ടുപോകും. പക്ഷേ അത് എപ്പോഴും തലോട്ടി ശുദ്ധീകരിക്കുക എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ കരിക്കും വെള്ളം കൊണ്ടത്. അപ്പോൾ അതിന് മുമ്പ് അത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണത് നമുക്ക് ഇത് നവരത്നം എണ്ണ നെറുകയിലൊന്ന് ചെറുതായിട്ട് തൂക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ നല്ല സുഖം കിട്ടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കളർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ നേരെ ഉച്ചയ്ക്ക് വെച്ചിട്ട് വലത്തോട്ടൊന്ന് നമ്മളൊന്ന് കൈ ഓടിക്കണം, ഇടത്തോട്ടൊന്ന് കൈ ഓടിക്കണം, എന്നിട്ടൊന്ന് ഇതിങ്ങനെ. രണ്ടാമത് നമ്മൾ ചെയ്യാൻ നേരത്തെ അതിൻ്റെ ബാക്ക് സൈഡ് ഇതിവിടെ ആദ്യമേ ഉച്ചയിൽ, രണ്ടാമത് നമ്മൾ തലോടിൻ്റെ നേരെ പുറക്. മൂന്നാമത് ചെയ്യാൻ നേരത്ത് നമ്മുടെ നട്ടൽ വന്ന് ചേരുന്ന ഭാഗത്ത് ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കുന്ന നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. വലുതായിട്ട് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന ഭംഗിയായിരിക്കും. ഇത് നമ്മൾ ചെയ്യുന്നത് സുഖചികിത്സയുടെ ഭാഗമാണ്. സുഖചികിത്സ എന്ന് വെച്ചാൽ ഒരു അസുഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു അസുഖം ഉണ്ടായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതല്ല നല്ലത്, ഒരു അസുഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ചെയ്യാൻ നേരത്തെ നല്ലപോലെ വൃത്തിയായിട്ട് നമ്മൾ മുടിയൊന്ന് ചിക്കി കൊടുത്തിട്ട് നമ്മളിത് ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ നേരത്തെ ഞങ്ങൾ ഈ വീഡിയോക്ക് മുമ്പ് ഞങ്ങൾ ഇതെല്ലാം ഇടുന്നുണ്ട്. എന്താണെന്ന് ഞങ്ങളത് നാച്ചുറലായിട്ട് ചെയ്തിരിക്കുന്ന കരിക്കും വെള്ളമാണ്. അതിൻ്റെ അത് ചുവന്നുള്ളി ഇടിച്ചു പിടിഞ്ഞ് ചാറാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഇതിലുള്ള വേറെ ഒന്നും ഇല്ല. പിന്നെ നമ്മൾ ഒരു ചെറിയ തണുപ്പ് കൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ നവരത്നം ചേർക്കും. അപ്പോൾ അടുത്ത പടിയായിട്ട് ഇത് കയറിക്കിടത്തിയത് എങ്ങനെ ധാര ചെയ്യണമെന്ന് കാണിച്ചാൽ നമ്മൾ ചെയ്യാൻ നേരത്തെ ഒരു കോട്ടൺ തുണി നമ്മൾ ഈ കണ്ണിൽ എണ്ണ വന്ന് വീഴാതിരിക്കാൻ, അല്ലെങ്കിൽ വെള്ളം വന്ന് വീഴാതിരിക്കാൻ വേണ്ടി, വെള്ളം വീണ നമ്മുടെ ദോഷമൊന്നുമില്ല, കരിക്കും വെള്ളമാണ്. അപ്പോൾ മറ്റേ ഉള്ളി കൂടെ ഉള്ള കാരണം ചെറുതായിട്ട് നീറും. അത് കാരണമാണ് നമ്മൾ ഇവിടെ ഒരു തുണി അല്ല ഒരു കോട്ടൺ കയറ എന്തെങ്കിലും എടുത്ത്, കോട്ടൺ ആയിരിക്കണം, അല്ലെങ്കിൽ കോട്ടൺ തുണി ധരിച്ച് തീർത്ത് ഇവിടെ നെറ്റിക്ക് വെക്കുക. എന്നിട്ട് നമ്മളൊഴിച്ച കരിക്കും വെള്ളവും ചുവന്നുള്ളിയാണ് നമ്മളിതിൻ്റെ അത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെ, ഞങ്ങളിത് നാച്ചുറലായിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഇത് ചട്ടിയാണ്, ഇതിൻ്റെ കൂടെ ചിരട്ടിയാണ് എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്, അതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മുടി ഒന്ന് ചിക്കി കൊടുക്കുന്നത് നല്ലതാണ്, ഭംഗിയാണ്. മുടി അപ്പോൾ ഒന്ന് കോതി മുടിയുടെ ഉള്ളിൽ തലയുടെ ഫ്രണ്ട് വശം ഒന്ന് ഇങ്ങനെ കോതി കൊടുക്കണം. എന്നാലേ അത് ഒന്നുകൂടെ ഭംഗിയാകത്തുള്ളൂ, നമുക്ക് ആ സുഖം കിട്ടത്തുള്ളൂ. ഞങ്ങളതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഇത് സാധനം, ഇത് കാഞ്ഞിരം എന്ന് പറയും, ഔഷധ തടിയാണ് കാഞ്ഞിരത്തിൻ്റെ കട്ടിൽ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് പാത്തി നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, 100% ഗ്യാരൻറ്റിയോടെ നമ്മൾ ഇത് ചെയ്യുന്നതാണ്. നമ്മൾ 3 ഇഞ്ച് കനത്തിൽ പലക അരപ്പിച്ച് അങ്ങനെയാണ് ഇത് തടിയിൽ നമ്മൾ ഒറ്റ പീസല്ല 3 പീസാണ്. ഈ പലക 3 പീസ്, ഒറ്റ പീസാകുമ്പോൾ കുറേ നാളാകുമ്പോൾ വട്ടച്ചു പോകും. അപ്പം നമ്മൾ 3 പീസായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കമ്പി ബോൾട്ടിട്ട് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു 100 വർഷം കിടന്നാലും ഇത് പോകത്തില്ല, ഗ്യാരൻറ്റിയാണ് 100 വർഷത്തേക്ക്. ഇതിൻ്റെ അടിത്തടിയും കാഞ്ഞിരത്തിൻ്റെ, ഒരു സാധനം ഞങ്ങൾ വേറെ ഒരു സാധനം ചെയ്തിട്ടില്ല, എല്ലാം കാഞ്ഞിരത്തിൻ്റെ തന്നെയാണ്. കാഞ്ഞിരത്തിൽ 3-4 കാഞ്ഞിരമുണ്ട്. ഔഷധം ഏറ്റവും കൂടുതൽ ഔഷധമുള്ളത് ഒരു ഔഷധ സസ്യം എന്ന് പറയുമ്പോൾ കാഞ്ഞിരമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ, നമ്മുടെ ശരീരത്തെ നീർക്കെട്ട് വലിക്കാൻ ഏറ്റവും നല്ല തടിയാണ് നീർക്കെട്ട്. അപ്പോൾ വിഷചികിത്സ, ശരീരത്തിൽ വിഷാംശം ഉണ്ടെങ്കിൽ അതും വലിച്ചെടുക്കാൻ നല്ലതാണ് ഈ കാഞ്ഞിരം. അപ്പം നിങ്ങൾ അങ്ങനെ വല്ലതും നിങ്ങൾക്ക് കാഞ്ഞിരത്തിൻ്റെ പാത്തി വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം, അതും നമ്മളിവിടെ വന്ന്. അതുപോലെ തന്നെ നമ്മളിത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിൻ്റെ അത് ഒരു കണക്ക് പറയുന്നുണ്ട്. ഒരു കണക്കെന്ന് പറയുമ്പോൾ ഈ ചട്ടിയും ഈ ഇതുമായിട്ട് ഒരു കൈ പിടുത്തമാണ്, ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് പറയുന്നത്. ഈ ധാര ചെയ്യാൻ നേരത്ത് പൊട്ടി വീഴുമെന്നാണ് പറയുന്നത്. പൊട്ടി വീണ തലയ്ക്കത് അത്ര സുഖകരമല്ല, ഇത് ഒഴുകി തന്നെ വീഴണം. അപ്പോൾ ഞങ്ങൾ 2 ലിറ്റർ കരിക്കും വെള്ളമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ഒരു 20-25 മിനിറ്റ് കണ്ടിന്യൂ ഇങ്ങനെ ധാര ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ണിലുള്ള ചൂട്, തലോട്ടിലുള്ള അഴുക്കുകൾ, താരൻ, മുടിക്ക് നല്ലതാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ
നിങ്ങൾക്ക് ഓരോ ദിവസം ചെയ്യണമെങ്കിൽ ഭംഗിയായിരിക്കും. അത്ര വേറെ ആവശ്യമില്ലാത്ത കെമിക്കലൊന്നും തല തെച്ച് വെക്കേണ്ട കാര്യമില്ല. തലോട് നഷ്ടപ്പെട്ടു, മുഖത്തെ സെല്ലുകൾ ഡാമേജായി പിന്നെ അത് ചിരണ്ടി കളയാനും അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പിന്നെ നടക്കണം. ചിലവർ പറയും അത് ദോഷം കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ വിഡിത്തരമാണ്. ദോഷം കൊണ്ടല്ല, നമ്മൾ ആവശ്യമില്ലാത്ത സാധനം കെമിക്കൽ മുഖത്ത് വെച്ചിട്ടാണ്. മുഖത്ത് ചെറിയ സെല്ല്, മുടിനാരുന്ന പോലത്തെ സെല്ലുകളുണ്ട്, അത് നശിക്കുന്നതാണ് മുഖത്ത് കറുപ്പ് വീഴുന്നത്. അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ഈ കിടന്ന് ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുടെ ഇത് കഴിയുമ്പോൾ ഒന്ന് ചോദിക്കുക, ഇതെങ്ങനെയുണ്ട് സുഖം എന്ന് വെച്ചാൽ എന്നെ പൊക്കി പറയാനല്ല, അല്ല കളറി ട്രീറ്റ്മെൻ്റ് അല്ല, ഇത് സത്യസന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇത് ഈ ചൂട് കാലത്ത് ഫലപ്രദമാണ്. കണ്ണിൽ ചൂട്, കണ്ണിൻ്റെ കാഴ്ച കുറയുക, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉറക്കസുഖം, ഉറക്കമില്ലാത്ത അവർക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊരു പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അടിയിൽ പാത്രത്തിൽ പോയി വീണ്ടും എടുത്ത് അത് രണ്ടാമത് ചെയ്യാം. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യണത് ഫലപ്രദമാണ്. അല്ലാതെ വേറെ ഈ ചിലവർ എണ്ണയൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ മോര് ഇതിൻ്റെ അത് മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഫലപ്രദം ഞാൻ നോക്കിയിട്ട് കരിക്കും വെള്ളത്തിൽ ചുവന്നുള്ളി ഇടിച്ച്, ചുവന്നുള്ളി അറിയാമല്ലോ, ഏറ്റവും നമ്പർ 1 സാധനം, ഔഷധ മൂല്യമുള്ള സാധനമാണ്. തണുപ്പ് ഭയങ്കരമാണ്. ചുവന്നുള്ളി ഉറക്കമില്ലാത്തവർക്ക് ചുവന്നുള്ളി വായിലിട്ട് ചവച്ച് 3 ചുവന്നുള്ളി വായിലിട്ട് ചവച്ച് 1 ഗ്ലാസ് വെള്ളം കുടിക്കാനൊക്കെ ഉറക്ക സുഖം ഉണ്ടാകും രാത്രി കിടക്കുന്ന മുമ്പ്. അപ്പോൾ അതിലൊരു ചെറിയ പോരായ്മയെന്ന് പറയുമ്പോൾ വെച്ച് നാറ്റം ഉണ്ടാവും. എങ്ങനെ ഈ ഉള്ളിക്കൊരു നാറ്റമുണ്ട്, അപ്പോൾ ചിലവർക്ക് ആ നാറ്റം പിടിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കളരിൽ കയറാൻ നേരത്ത് വേറൊരു കാര്യമുണ്ട്. കളരിൽ കയറാൻ നേരത്ത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ ചൂട് കാലത്തെ മൂത്ര സംബന്ധ ക്ഷീണം ഒരുപാട് പേർക്കുണ്ട്. അതുകൊണ്ട് അത് ചൂടാകുന്ന കാരണമാണ്, ബ്ലഡ് ഹീറ്റ് ആകുന്ന കാരണമാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള മരുന്നൂടെ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ഇതിനൂടെ തന്നെ കളരി കയറുമ്പോൾ ഒരു സിബ് വീതം നമ്മൾ കരിപ്പട്ടി ചുവന്നുള്ളി ഇടിച്ച് പിഴിഞ്ഞ് അത് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ കുലുക്കിയിട്ട് അത് സിബ് ചെയ്ത് കഴിക്കണം. കളരിപ്പോയിട്ട് മെയ്പ്പോയിട്ടൊക്കെ ചെയ്യാനത് ശരീരം ഭയങ്കരമായിട്ട് ഹീറ്റാവും. അപ്പോൾ നമുക്ക് കതപ്പലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശരീരം അതിൻ്റെ ജോയിൻറ്റ് സംബന്ധമായ ഈ ശരീരം അമിതമായിട്ട് ചൂടായ വാദസംബന്ധ ക്ഷീണം ഉണ്ടാകും. അപ്പം തിരുമുകാർക്ക് അങ്ങനെ കാര്യമുണ്ട്. തിരുമാൻ നേരത്ത് തിരുമുകാർ ചെയ്യേണ്ട വേറൊരു കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ലെണ്ണ ഉച്ചയ്ക്ക് ഒരു കൈ എണ്ണ വെച്ച് ഉച്ചയ്ക്ക് അടിച്ചിറക്കണമെന്നാണ് പറയണം. ഇങ്ങനെ തട്ടി ഇറക്കണം. ഇത് തല തണുപ്പിക്കണം, എന്നിട്ട് മുങ്ങി കുളിക്കണം. പിന്നെ നമ്മൾ മരുന്നായിട്ട് കഴിക്കേണ്ടത് നമ്മൾ ബലാരിഷ്ടം കഴിക്കുന്നത് നല്ലതെന്ന് ഫലപ്രദമാണ്. അല്ലെങ്കിൽ ഒരു തിരുമ് നല്ലപോലെ ഒരു തിരുമ് ഒരാശാന് ഒരു 5 വയസ്സ് ആയുസ് കുറയുമെന്നാണ്. ഒരു 70 വയസ്സ് വരെ ജീവിക്കേണ്ട ആശാൻ 65 വയസ്സിൽ മരിക്കുമെന്നാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അമിത ചൂട്, ശരീരത്തുണ്ടാകുന്ന ചൂട് താങ്ങാൻ പറ്റാതെ മൂത്ര സംബന്ധ ക്ഷീണം മറ്റുള്ള അകത്ത് കിടക്കുന്ന സാധനമൊക്കെ ഡാമേജ് ആകാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യുന്ന കാര്യം നല്ല ഒറിജിനൽ പശുവും പാൽ തിരുമ്മി കഴിയുമ്പോൾ ഒരു 1/2 ലിറ്റർ കുടിക്കുന്നത് നല്ലതായിരിക്കും. അതല്ല നമ്മൾ അത് കഴിക്കാതിരുന്ന് പൈസ കൂട്ടി വെക്കാനാണ് ഇതിനോട് ആയുസ് 5 വർഷം കുറയും. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ നേരത്ത് വെറും സിമ്പിളായിട്ട് ഇത് കരുതി ഇരിക്കരുത്. അല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാനത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കോതി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് കിടക്കുന്ന ആൾക്ക് ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഭാഗം നോക്കിയാൽ അടിയിൽ വന്ന് വീഴുന്നുണ്ട്. അടിയിൽ വീഴുന്ന വേറൊരു പാത്രത്തിലാണ്. ഇത് നമ്മൾ അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പാത്രം ചെയ്തിരിക്കുന്നത് ഇവിടെ ക്ലിയറായിട്ട് വന്ന് വീഴും. മറ്റേത് ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ ഉരുളിയിൽ ടാപ്പ് വെച്ചിട്ട് അത് തുറന്നു കൊടുത്താൽ മതി. അത് അങ്ങനെയാണെങ്കിൽ ചെയ്യണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിത് കളരിയായ കാരണം അതിൻ്റെ തനതായ്മ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ഇച്ചിരി ഫലപ്രദമാണ്. ഇത് ഇടയ്ക്ക് ഡ്രോപ്പ് നിൽക്കാൻ നേരത്ത് നമ്മൾ ഈ നൂലൊന്ന് വലിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ വലിച്ചു കൊടുക്കാതെ വീണോളും. അപ്പോൾ എപ്പോഴും ഇതായിരിക്കും നല്ലത്. പൊതുവേ നമ്മുടെ കേരളത്തിൽ വിദേശികൾ വരാൻ നേരത്ത് നമ്മളെ പഴയ പ്രാചീനമായ കെട്ടിടങ്ങളും പ്രാചീനമായ കലകളും ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോഴാണ് അവർ വരാൻ നേരത്ത്
ഈ എന്തുവാണ് പാത്തി തന്നെ നമ്മുടെ പുതിയ പാത്തി എന്നൊക്കെ പറയുന്നത് ഈ അതിന് പറയുന്നത് എന്താണെന്ന് ഇപ്പോഴത്തെ തടി വെച്ചല്ല, മിക്കതും തടി വെച്ചല്ല ഇപ്പം ഞങ്ങൾക്ക് പാത്തി കണ്ടിരിക്കുന്നത്. അതിലൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ഇങ്ങനെ തടിയുണ്ട് നമ്മുടെ ശരീരത്തിന് അത് ഫലപ്രദമാണ്. ഔഷധമാണ്. മറ്റുള്ളതൊക്കെ നമുക്ക് അത്ര ഫലപ്രദമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലർ പാത്തി കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങൾ രൂപയാണ് ഇത് വാങ്ങിക്കുന്നത്. ഒരു പാത്തിയും ഒരു സ്റ്റൂളും സ്റ്റീം ബാത്തും കൂടെ ഒരു റിസോർട്ടുകാരൻ വാങ്ങിച്ചാൽ 1,00,000 രൂപയ്ക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അത്ര ചാർജ് പോകത്തില്ല, ഫലപ്രദമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിളിക്കാൻ ഞങ്ങൾ അടിയൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ചേറുമുണ്ട്, നമ്മുടെ ഔഷധ ചേറുമുണ്ട്. കാഞ്ഞിരത്തിൻ്റെ ഉണ്ട്, നമ്മുടെ ആര്യവേപ്പിൻ്റെ കൃത്യമായ ചേറ് നമ്മുടെ കയ്യിലുണ്ട്. ചാരി കിടക്കുന്ന ബീച്ച് ചെയറെന്ന് പറയും. ചാരി കിടക്കാം, 3 രീതിയിൽ കിടക്കാം. ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് വിളിച്ച് ചോദിക്കുക, ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം. അപ്പം ഞങ്ങളതൊരു ഒരു ചെറിയ കളരിയാണ്, അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. എന്നാലും അതിൽ സത്യസന്ധമായിട്ട് 100% സത്യസന്ധമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്.